മൂത്രപാനം ചെയ്യുമ്പോൾ മൂത്രത്തിലുള്ള യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ എന്നീ ഘടകങ്ങൾ ശരീരത്തിൽ എത്തുന്നത് ദോഷം ചെയ്യില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ എന്നീ ഘടകങ്ങൾ പാഴ്വസ്തുക്കളോ മലിനവസ്തുക്കളോ വിഷപദാർത്ഥങ്ങളോ ആണെന്ന തെറ്റായ ധാരണയാണ് ഈ സംശയത്തിന് കാരണം. മൂത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ പഠനങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യമേ പറയട്ടെ, ഗർഭസ്ഥ ശിശു കുടിക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ കുഞ്ഞൊഴിക്കുന്ന മൂത്രം മുഴുവനും അടങ്ങിയിരിക്കുന്നു. പൊക്കിൾക്കൊടി വഴി എത്തുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിലും യൂറിയയും യൂറിക് ആസിഡും ക്രിയാറ്റിനും എല്ലാം ഉണ്ട്. ഈ ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ ആമാശയത്തിലേക്കും ശ്വാസകോശത്തിലേക്കും ദിവസം 24 മണിക്കൂറും ഈ ഘടകങ്ങളെല്ലാം എത്തുന്നുണ്ട്. അത് കുഞ്ഞിൻ്റെ വളർച്ചയെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഭൂരിഭാഗവും മൂത്രം അടങ്ങിയ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുഞ്ഞിന് കുടിക്കാനും ശ്വാസകോശത്തിലെത്തിക്കാനും കഴിയാതെ വരുമ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്നു. ഏറ്റവും പുതിയ ശാസ്ത്രീയ പഠനങ്ങളനുസരിച്ച് യൂറിയ രോഗാണുനാശിനിയാണ്. ക്യാൻസറിനെ ചെറുക്കാൻ കഴിയുന്ന ആൻറ്റി ഓക്സിഡൻ്റാണ്. പലതരം വിഷങ്ങളെ ചെറുക്കാനും നിഷ്ക്രിയമാക്കാനും യൂറിയയ്ക്ക് കഴിവുണ്ട്. സോറിയാസിസ് പോലുള്ള വിവിധ ചർമ്മരോഗങ്ങളെ ഇല്ലാതാക്കാനും യൂറിയയ്ക്ക് കഴിവുണ്ട്. പ്രമേഹം ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ യൂറിയയും അടങ്ങിയിരിക്കുന്നു. മൂത്രത്തിൽ മാത്രമല്ല, മുലപ്പാലിലും യൂറിയ ഉണ്ട്. യൂറിയ ആമാശയത്തിലെത്തുമ്പോൾ കുടലിലെ മിത്ര ബാക്ടീരിയകൾ അതിനെ ആഹരിക്കുന്നു. ഫ്രണ്ട്ലി ബാക്ടീരിയകളുടെ വളർച്ച അധികരിക്കുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. മിത്ര ബാക്ടീരിയകളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ യൂറിയ അതേ രീതിയിലല്ല രക്തത്തിലേക്ക് പോകുന്നത്. പുതിയ പോഷകങ്ങളും ഗുണകരമായ കോമ്പൗണ്ടുകളുമായി ഇത് മാറുന്നു. യൂറിയയിലൂടെ സമൃദ്ധമാകുന്ന മിത്ര ബാക്ടീരിയകൾ വിറ്റാമിൻ കെ, ബി വിറ്റാമിനുകൾ തുടങ്ങിയ ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു. യൂറിയ കുടലിൻ്റെ pH വാല്യൂ ക്രമീകരിച്ച് ക്ഷാരാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് മൂത്രപാനത്തിലൂടെ യൂറിയ അകത്ത് ചെല്ലുമ്പോൾ ഗുണകരമായ പ്രതികരണങ്ങൾ മാത്രം ഉണ്ടാകുന്നത്. ക്രിയാറ്റിനും നമ്മുടെ ആമാശയത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്നത് ഗുണകരമായ പ്രതികരണങ്ങൾ തന്നെയാണ്. നമ്മുടെ കുടലിൽ ടിസിയറെല്ല ക്രിയാറ്റിനോഫീലിയ എന്ന ഒരുതരം ബാക്ടീരിയകൾ ഉണ്ട്. ഈ മിത്ര ബാക്ടീരിയകൾ കുടലിൽ എത്തുന്ന ക്രിയാറ്റിനെ ഫെർമെൻ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ക്രിയാറ്റിനിൻ വിഘടിക്കുമ്പോൾ സാർക്കോസിൻ എന്ന പുതിയൊരു അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതാണ് രക്തത്തിൽ എത്തുന്നത്, അല്ലാതെ ക്രിയാറ്റിനിൻ അതേ രൂപത്തിൽ അല്ല. സാർക്കോസിൻ ഡിപ്രഷൻ ഇല്ലാതാക്കുന്ന ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. നാഡീസംബന്ധമായ പല രോഗങ്ങൾക്കും ഈ സാർക്കോസിൻ ഗുണം ചെയ്യുന്നുണ്ട്. തലച്ചോറിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും. സ്കിസോഫ്രേനിയ പോലുള്ള അസുഖങ്ങൾ ശമിപ്പിക്കും. ഡോപ്പാമിൻ പോലുള്ള ഡോപ്പാമിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തും. അൾസൈമേഴ്സ് രോഗികൾക്ക് പോലും ഗുണകരമാണ്. ഇനി യൂറിക് ആസിഡ്, ക്യാൻസറിനെ ചെറുക്കുന്ന ശക്തമായ ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഇത്. രോഗപ്രതിരോധ സംവിധാനത്തെ ഇത് ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് പ്രഷറിനെ നോർമൽ ആക്കി നിർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. നാഡീവ്യവസ്ഥയെ സംരക്ഷിക്കും. പാർക്കിൻസൺസ് ഡിസീസ്, അതുപോലെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് മുതലായിട്ടുള്ള രോഗങ്ങൾക്ക് ശമനം നൽകും. പൊതുവെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം ബലപ്പെടുത്തും. യൂറിക് ആസിഡ് അപകടകാരിയാണെന്നത് കാലഹരണപ്പെട്ട ഒരു പഴഞ്ചൻ അറിവാണ്. എന്നാൽ യൂറിക് ആസിഡ് കൂടാതെയും കുറയാതെയും നിലനിർത്തുക എന്നത് ആവശ്യമാണ്. യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ ഇതൊന്നും തന്നെ പാഴ്വസ്തുക്കളോ അപകടകാരികളോ അല്ല. ഇത്തരം അബദ്ധധാരണകളെ ആധുനിക ശാസ്ത്ര ഗവേഷണങ്ങൾ തിരുത്തിയിട്ടുണ്ട്. നന്ദി.